മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ മണ്ണുമാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. 11ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടത്തിൽ അന്വേഷണം ആര് നടത്തും എന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. മണ്ണുമാറ്റി പരിശോധനയുടെ 7ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ഇന്നലെ ഇവിടെ പരിശോധന നടത്താതെയാണ് SIT സംഘം മുൻപ് മാർക്ക് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തേക്ക് പോയത്. റോഡിനോട് ചേർന്നുള്ള സ്പോട്ടായതിനാൽ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ചു പരിശോധിക്കാനാകും. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇതൊന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇതാരന്വേഷിക്കുമെന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. SIT സംഘം ഈ കേസ് മാത്രം ധർമ്മസ്ഥല പോലീസിന് കൈമാറിയേക്കും. കണക്കുപ്രകാരം 11 മുതലുള്ള 3 സ്പോട്ടുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ണുമാന്തി പരിശോധന ആദ്യഘട്ടത്തിൽ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ ഇനി സാക്ഷി മറ്റേതെങ്കിലും സ്പോട്ട് ചൂണ്ടിക്കാണിക്കുന്നോ എന്നുള്ളത് വ്യക്തമല്ല. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.